പോയിട്ട് വരാമേ. എന്റെ മോൻ സിനിമയിൽ വലിയ ആളാവും. എന്നോട് പൊറുക്കണം. ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു ജീവിതം ഇന്നരയ്ക്കുണ്ടാവും. ഒന്നോർത്ത് മനസ്സ് വേദനിപ്പിക്കരുത്. ചന്തുവട്ടം പോയിക്കോളൂ. നിങ്ങളെ ഓർത്ത് ഞാൻ കണ്ണീരൊടുക്കാനൊന്നും പോണില്ല. അത് ചന്തുവട്ടനോടുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നും കൊണ്ടല്ല. എൻ്റെ കണ്ണീര് ഈ മണ്ണിൽ വീണാൽ അത് നിങ്ങൾക്കൊരു ശാപമായിരുന്നു പേടിച്ചിട്ടാ. ഞാൻ അകത്തേക്ക് പോണോളെ, നീ പുറത്തേക്ക് പോടാ. ഇരുന്ന് പോകാതെ സ്ഥലം വിടടാ. നീ പോയിട്ട് വേണം എനിക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ. മനസ്സ് തുറന്നാണോ? വാ തുറന്നല്ലേ ചിരിക്കുന്നത്. മനസ്സ് ചിരിക്കണത് പോലെ തുറന്നിരിക്കണതേ നെഞ്ച് കീറി മുറിച്ച് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാ. മദ്രാസിലേക്ക് പോകേണ്ട പാസഞ്ചേഴ്സ് ദയവ് ചെയ്ത ബസ്സിലേക്ക് കയറേണ്ടതാണ്. മദ്രാസ് ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. മദ്രാസിന് ഇംഗ്ലീഷിൽ ചെന്നൈ എന്നും പറയും. നൂൽക്കാലൻ ഔസേപ്പ് ഈ ട്രിപ്പിലെ ഫസ്റ്റ് പാസഞ്ചറാ. വലതുകാലിൽ ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. ഇതെന്താണ് ഓലക്ക്? എല്ലാ പേരും തനിക്കൊരു ഓരലും കൂടെ കൊണ്ടുവരാൻ പാടില്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ബെസ്റ്റ് കൈ നീട്ടം. കൈക്കല്ല, കാലിനാണ് നീട്ടക്കുറവ്. നന്നായി. അവിടെ സീറ്റ് നമ്പർ 4 കാലൊരു ഒരു സീറ്റ് നടപ്പോയിരുന്നോ? അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ. വണ്ടിയും പുറപ്പെടാറായി. എപ്പോഴും സ്തുതിയായിരിക്കും. ഈ ബാണക്കെട്ട് ആരോടെ കൊണ്ടുവച്ചേ? ഇതെന്ത് ടിക്കറ്റ്? ഇത്രയും വൃത്തികരാണെന്ന് അറിഞ്ഞിരുന്നില്ല. എത്രയാ സീറ്റ് നമ്പർ? 16. ആ 3 പേർക്ക് സീറ്റ് കൊണ്ട് വെച്ചേക്ക്. മോളുടെ പേരെന്താ? നിഷ. നല്ല നെയിംസ്. എന്താ അങ്കിളിന്റെ പേര്? അയ്യോ അങ്കിളല്ല, എനിക്കങ്ങനെ പ്രായമില്ല. ഏറി വന്ന 25 വയസ്സ്. എന്നെ ഭരതാന്ന് വിളിച്ചാ മതി. ഭരതാ എന്തോ പോടാ. സമയം കഴിഞ്ഞു. എന്താണോ വണ്ടി വിടാത്ത? വണ്ടി ഇപ്പൊ വിടാം. ആ വണ്ടി വിട്, വണ്ടി വിട്. ട്രെയിൻ ട്രെയിൻ. ഹായ് നൂഡിൽസ്. ഹായ് ഹായ്. ആ നീ ധൈര്യമായിട്ടിരിക്കേ, ചന്തു വരും. ഹസ്ബൻഡ് വന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാന്നേ. ഒരു മിനിറ്റ് പ്ലീസ്. വാനരൻ അല്ല വരൻ ഇരുന്നോ എന്ന ആദ്യ രാത്രി തുടങ്ങിക്കോ. അയ്യോ സോറി. ഐശ്വര്യായിട്ട് ആദ്യ യാത്ര തുടങ്ങിക്കോളൂ. കണ്ണു തുറന്നു. അതെ മേഡന്മാരെ, മദ്രാസിലേക്കാണോ? അതെ. ആഹാ, എന്നിട്ടാണ് ഇങ്ങനെ പച്ച ചൂടിദാർ കിട്ടി നിൽക്കണത്? വന്ന് വണ്ടി കയറ്. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ലേറ്റ് ആണ്. കൂടെയുള്ള ആള് വന്നിട്ടില്ല. കൂടെയുള്ള ആളാ? ആരാണ് കൂടെയിൽ? അല്ല, ചന്തു എന്നൊരാള് കൂടെ വരാനുണ്ട്. അയാള് വന്നിട്ടില്ല. കൂടെയിൽ വരാൻ അയാളെന്താ കോഴിക്കുഞ്ഞ? അല്ല, അയാള് വന്നാലേ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൂടെ എന്തിനാണ് കൂടെ കൊണ്ടുപോണത്? അതൊക്കെ ഡിക്കിയിൽ വെക്കാം. കണ്ടമാന സ്ഥലമുണ്ട്. വാ, വന്നിട്ട് വന്ന് വണ്ടി കയറ്. കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ? കുറച്ചു നേരം പോയിട്ട് കുറെ നേരം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സർ പ്ലീസ്, സർ പ്ലീസ്. എത്ര നേരം വെയിറ്റ് ചെയ്യണം സർ? ഒരു 10 മിനിറ്റ്. എന്താ പേര്? അത് ശരി. താനിവിടെ ചൊല്ലിക്കൊണ്ടിട്ടല്ലേ? ചെന്ന് വണ്ടി എടുക്കണോ? അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, ചെറിയ പ്രശ്നമേ ഉള്ളൂ. അധികം വൈകിയാലേ പ്രശ്നം വലുതാവും. പേടിപ്പിക്കാതെ തന്നെ. കുറെ നേരമായി നീ വിളച്ചു തുടങ്ങിയിട്ട്. ഒരു കീറിയ പാൻറ് ഇട്ട് വന്നിരിക്കണ്. പഞ്ചാര വിലക്ക് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണം. എന്നെ ദേഷ്യം പിടിപ്പിച്ചാ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു എന്നെ പിടിച്ചാൽ കിട്ടില്ല. അവൻ എന്നോട് കളിക്കാൻ നിൽക്കണം. അയ്യേ, ചമ്മിപ്പോയി. ആരുടെ സമയം? പഞ്ചാര വിലക്ക് പിന്നെ ഇല്ല വീട്ടിൽ. നിങ്ങളെ ഇനി വേറെ ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറെ ചെന്ന് പിടിക്കുക കേട്ടോ. എക്സ്ക്യൂസ് മീ, നീ ഇങ്ങ് വന്നേ. ഞങ്ങളൊരു സീരിയസ് പ്രശ്നത്തിലാ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പറ്റത്തില്ല. പ്ലീസ്, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഞാൻ കാത്തു നിൽക്കുന്ന ആളിനെ ഇന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിക്കില്ല. കുട്ടി ലവറാണോ കാത്തു നിൽക്കുന്നത്?
അതെ. ആ മനസ്സിലായി. കുട്ടി ഒരാളെ പ്രേമിച്ചിരുന്നു, ഇപ്പൊ തമ്മിൽ പിരിയാൻ പോകുന്നു. കുട്ടി നാട് വിടുന്നു, അയാൾ യാത്ര ചോദിക്കാൻ വരുന്നു, അവസാനമായി നിങ്ങൾ ഒരിക്കൽ കൂടി കാണുന്നു. അതല്ലേ പ്രശ്നം? അതിനു വേണ്ടി കളയാൻ എനിക്കോ ഈ ബസ്സിലിരിക്കുന്ന ഒരു ലോഡ് ആൾക്കാർക്കോ തൽക്കാലം സമയമില്ല. സോറി, കുറെ ചീപ്പ് സെന്റിമെന്റ്സ് ഇറങ്ങിക്കോളൂ. ബ്ലഡി നോൺസെൻസ്. അയ്യോ അതല്ല, ഞങ്ങള് തമ്മില് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പരസ്പരം സ്നേഹിച്ചതും അറിഞ്ഞതും ഒക്കെ കത്തുകളിലൂടെയാ. ഇപ്പൊ ആദ്യമായിട്ടാ തമ്മില് കാണാൻ പോകുന്നത്. ഇപ്പോ രണ്ടാളും നാട് വിട്ട് പോവാൻ പോവാ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാല്ലേ? പാവം. ഓക്കേ, മനസ്സിലായി. എന്റെ അമ്മ ഉള്ളു കത്തി പോയി. ഇതെന്താ സാധനം? ആ മോള് മുകളിലേക്ക് വാ, ഒക്കെ വരുന്ന സാധനം ശരിയാക്കി തരാം. ഒടിഞ്ഞു പോന്നോട്ടെ. വണ്ടി വിടടോ, മദ്രാസിൽ പോയിട്ട് തിരിച്ചു വരേണ്ടതാണ്. എന്നാ പിന്നെ തനിക്ക് പോകാണ്ടിരുന്നാ പോരെ? പറ്റില്ല, ടിക്കറ്റ് എടുത്ത് പോയില്ലേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻമാരെ, ആരും ചൂടാവരുത്. ദേ ഈ കുട്ടി ഒരു കാമുകയാണ്. ഇതിന്റെ കാമുകൻ വന്നിട്ടില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഞാൻ റെഡിയാണേ. ദേ കുറച്ചു നേരം നമ്മൾ സഹകരിച്ച അതുങ്ങൾ ഒറ്റ കുഞ്ഞു പോലെ അറിയാതെ എങ്ങോടെങ്കിലും ഒളിച്ചോടി പൊക്കോളും. അല്ലേ മോളെ? അത് ഹലോ, ഇനിയും വെയിറ്റ് ചെയ്യാന്ന് വെച്ചാ ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എന്താ? ഓക്കെ ഓക്കെ. വേഗം വെയിറ്റ് ചെയ്തോ, സമയം കളയണ്ട. സുമ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് കൺമുമ്പിൽ എത്തിച്ചു തരണോന്നല്ലേ പ്രാർത്ഥിച്ചത്? എങ്കി ആ പ്രാർത്ഥന കേട്ടു. ആളെത്തിയിട്ടുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇങ്ങോട്ട് വാ വാ. ദാ സുമ വിചാരിക്കണ പോലെ ഇങ്ങനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതല്ലടാ. ബസ് സ്റ്റാൻഡിൽ സമയത്തിന് എത്താൻ കഴിയാതിരുന്നതാ അല്ലേ? പാവം സുമയെ കാണാത്ത ദുഃഖത്തിന് ബാറിലിരുന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. ആ വിഷമം കണ്ടപ്പം സുമ ഇവിടെ വന്ന അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സാർ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ആ ബാറിലെ ബില്ല് മുഴുവൻ കൊടുത്തടാ സാറ്. പഞ്ചപാവം. സുമേ, നിന്നെ തിരക്കി ഞാൻ എവിടെ കരഞ്ഞെന്നറിയോ? ഇവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ഇവിടെ ഉണ്ടെന്നും പിന്നെ നിന്നെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞൊരു ചതിയനായിട്ടാ നീ എന്നെക്കുറിച്ച് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും. നമുക്കുടനെ പുറപ്പെടണം. നാട്ടിലെല്ലാരും നമ്മളെ കാത്തിരിക്കുക. അവളുടെ പിണക്കുതിരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കള് ഇവളെയും കാത്തിരിക്കുക അവിടെ. നിങ്ങളൊന്ന് അവളോട് സംസാരിക്കണം. എങ്ങനെയെങ്കിലും സുമ എന്നോടൊപ്പം അയക്കണം. പ്ലീസ് പ്ലീസ്. പിണക്കമൊക്കെ മറന്ന് നീ അയാളോടൊപ്പം പോണം. അല്ല, അയാള് ഞാൻ പോയേ ശരിയാവില്ല. പോണം. നീ പോകേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യം. നീ അടുത്തുള്ളപ്പോ എനിക്ക് ഇന്നലെ കാണാനോ സ്നേഹിക്കാനോ കഴിയില്ല. വരട്ടെ. നീ എന്തൊക്കെയായി പറയുന്നേ? അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അവളെ സ്നേഹിച്ചിരുന്ന ആളില്ലേ, അയാൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. എടാ, അങ്ങനെ ഒരാളില്ല. അപകടത്തിലേക്കാ നിങ്ങൾ എല്ലാവരും കൂടെ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ തന്നെയല്ലടാ പറഞ്ഞത് അവളൊരുത്തനെ സ്നേഹിച്ചെന്നും അവൻ അവളെ ചതിച്ചെന്നും ഒക്കെ. അതെ, പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവളെ ചതിച്ച ആളാരാണെന്ന് നിനക്കറിയോ? അത് നീയാ.
ഈ കത്തുകളൊക്കെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നതവള്. പക്ഷെ ആ കുട്ടി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാതിരുന്ന നിങ്ങൾക്കാർക്കും ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. ഇന്ദിരയോ ചന്തോ ഇതൊന്നും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോഴെങ്കിലും നിങ്ങൾ അറിയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പറഞ്ഞത്. ആ കുട്ടിയെ നമ്മൾ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? പിന്നെ അങ്ങോട്ട് ചെന്നാ മതി, അവന്മാരെ കൂടി ഇടിച്ച് പഞ്ചറാക്കും. അടിക്കാനും ഇടിക്കാനാണെങ്കിൽ ഞാനുണ്ടാവും മുമ്പിൽ. എന്റെ ശവം വീഴുന്നവർ ആരും നിങ്ങളെ തൊടില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ ഒരു വഴി പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു തരണ പോലെ നീ എന്താണ് ചോദിക്കാത്തത് വിചാരിച്ചിരിക്കുന്നു. നീ നേരെ ആ തോട്ടക്കാട്ടുകാരിലേക്ക് ഇറങ്ങുന്നു. കവലയില പരമനാരുടെ കടയിൽ നിന്ന് ഒരു പൊതി തിന്നെ സ്പീഡിയും വാങ്ങിച്ച് കത്തിച്ച് വലിച്ച് പുകയും വിട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എല്ലാവരും നിന്നെ കണ്ടിട്ട് അമ്പഴം നിൽക്കുമ്പോ നീ അവരെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി അവളെ തൂക്കി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോയിരുന്നു. അതോടെ പ്രശ്നം തീർന്നു. എന്തായി? പറ്റുമോ? പറ്റില്ലല്ലേ? അതാണ് ഈ പറയണത്. ഇതൊക്കെ സിനിമയിലേ നടക്കൂ, ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നമില്ല. പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ബുദ്ധിപൂർവ്വം ചോദിക്കുക, മറക്കുക. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ട കാര്യം മറക്കുക. എന്തായി? മറക്കാൻ പറ്റുമോ? എന്നിട്ടും മറക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, ഗ്ലാസ് വെക്കുക, സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ളു കാര്യം. പിന്നെ അല്ലാതെ ഒറ്റക്കാര്യം ശ്രദ്ധിക്കുക, തട്ടി കൊണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഓക്കെ. ഈ പ്രേമം എന്നൊക്കെ പറയണത് ചങ്കുറപ്പുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. ഇവനൊക്കെ പ്രേമിക്കാൻ നടക്കുന്ന തെണ്ടി. ഈശ്വര രക്ഷിക്കണേ. എന്താ? വസുമതിയുടെ വീടല്ലേ ഇത്? വസുമതിയെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ അറിയാം. എനിക്ക് വസുമതി ഒന്ന് കാണണമായിരുന്നു. വസുമതി ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയി ആരുടെയോ കൂടെ. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കണ്ടിട്ടേ പോവൂ വസുമതിയെ. അപ്പൊ തനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല? അവൾ ഇവിടെ ഇല്ല. ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണോ കാണാൻ പറ്റുക? ആരമണ്ട സാറേ, അല്ല അരവിന്ദ സാറേ, ഇത് എത്ര നേരം ഞാൻ വന്നിട്ടെന്നറിയോ? ഇതെവിടെയായിരുന്നു? ബാത്റൂമിലായിരുന്ന? മനസ്സിലായില്ല. ബാത്റൂമേ കുളിമുറിയിലായിരുന്നാണ്. അതെ, എനിക്ക് വസുമതി ഒന്ന് കാണായിരുന്നു. താൻ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? നമ്മളന്ന് മദ്രാസിൽ വെച്ച് കണ്ടിട്ട് അധികം നാള് പോലായില്ലല്ലോ. മദ്രാസോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? മോനെ, അരവിന്ദിന് ഈ വീട് വിട്ട് പുറത്തു പോയിട്ട് 1 മാസമായി. മോൻ ആള് തെറ്റിതാവും. ഇവിടെ പൂജയും കർമ്മങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ആരും പുറത്തു പോവാറില്ല. അപ്പൊ പിന്നെ താനങ്ങപ്പോ? ഞാൻ പൊക്കോളാം. പക്ഷെ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. വസുമതിയെ കാണാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അമ്മ ഉദ്ദണ്ഡൻ. ഒന്ന് നിന്നേ. എന്താ? അതെ, ചന്തു തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് സുമയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് ഇവിടെ ആരും അറിയണ്ട. നമുക്ക് അല്പം മാറി സംസാരിക്കാം. വാ. അങ്ങോട്ട് മാറി സംസാരിക്കാം. ഓഹോ, ഇവിടെയൊക്കെ മാറി സംസാരിക്കുന്ന അങ്ങോട്ടാണല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ടാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കം ഓൺ, നമുക്ക് ആ മാവൻ ചോട്ടി പോവാം. പിന്നെ കുറച്ച് കരി കുടിക്കാം. എന്നാലും എന്ത് ധൈര്യത്തിലാണ് അവനോട് കാലുകുത്തിയത്? കയ്യും കാലും തല്ലി ഒടിച്ചങ്ങ് വിടണം. അപ്പൊ ഈ ധൈര്യമൊക്കെ അങ്ങ് പോകും. അരവിന്ദനല്ലേ അവനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അതെ അതെ, ആ ധൈര്യശാലയുടെ മിച്ചം എന്തെങ്കിലും കിട്ടിയാ ഭാഗ്യം.
നിനക്ക് വസുമതിയെ കാണണമല്ലേ? കാണിച്ചു തരാം. എന്ത് ധൈര്യത്തിലാടാ നീ നാട്ടിൽ കാലൂത്തി? കോമാളി വേഷവും കെട്ടി വസുമതി എന്നും പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നാലേ വേണ്ട, അടിക്കണ്ട. കുത്തി ഞാൻ. ഇത് ഒറിജിനൽ കത്തിയാ, കൊണ്ടാ മുറിയും. അയ്യോ ചത്തിട്ടില്ലടാ, അതുകൊണ്ടല്ലേ ഞാൻ ഓർഡർ. ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാം. ഇനി ചുമച്ചു കുറച്ച് ഇടികൊണ്ടവരെ നാട്ടുകാരെ കൊണ്ട് അറിയിക്കും. ഏയ് നീ നാട്ടിൽ പോയിരുന്നല്ലേ? എന്നിട്ട് വല്ലതും കൊണ്ടുവന്നോ? 3-4 പെമ്പിള്ളേരെ കൂടി കൊണ്ടുവരാൻ എന്തിനാണ് കോപ്പെ? ഒരു ഒറ്റ കീറ് വെച്ചതാണ്ടല്ലോ. എന്നിട്ട് വേണം ബാക്കിയുള്ള സിനിമാക്കാരെ കൂടി ഇടി വിളിക്കാൻ. സോറി നിന്റെ പോലീസ് അടിച്ചാ. അമ്മേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു താൻ കാരണത് എന്തിനാണോ? അത് കാല് സ്ലിപ്പായതല്ലേ? എന്റെ കാലൊന്ന് സ്ലിപ്പായി. SI കുലിച്ചിരുത്തി മുതുകത്തിടിച്ചപ്പോഴാണ് എന്റെ കാല് സ്ലിപ്പായത്. എന്നിട്ട് നിന്റെ കരച്ചില് കേട്ടില്ലല്ലോ. സൈലൻസർ വെച്ചൊക്കെയായിരുന്നു. സൈലൻസറാ? ആ അണ്ണാക്കിന് ഒരുമാത്രം വൃത്തികെട്ട തുണി കുത്തിക്കയറ്റി വെച്ചാ എന്നെ ഇടിയൊക്കെ ഇടിച്ചത്. ആ അതെന്റെ തുണിയായിരുന്നടാ. എന്നെ ഇടിക്കുമ്പോ തുണിയേ ഉണ്ടായിരുന്നില്ല. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല. പിന്നെ ഇത് പെണ്ണ് കേസാ. കഴിയുന്നത്ര വേഗം അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ അകത്ത് കിടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. പോലീസുകാർ തല്ലണതിന് മുമ്പ് സാറിനൊന്ന് പറഞ്ഞുകൂടായിരുന്ന? സാർ ഒരു ഫേമസ് ഡയറക്ടർ ആണെന്ന്. അതൊക്കെ പറഞ്ഞടാ കോപ്പെ. എന്നിട്ട് കഷ്ടകാലത്തിന് SI പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഓ ഫസ്റ്റ് ഡേ കാണുന്ന ആളാ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല സെക്കൻഡ് ഡേ സാറിന്റെ പടം മാറുമല്ലേ? എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. മിക്കതും സാറിന്റെ പടത്തിലെ ഡയലോഗ് ആയിരുന്നു. എനിക്ക് പിന്നെ തെറിയൊന്നും കേൾക്കേണ്ടി വന്നില്ല. ലോക്കപ്പിലോട്ട് കേറിയപ്പോ തന്നെ ചെവി പൊത്തി ഒരൊറ്റ അടിയാണ്. പിന്നെ കമാന്നൊരു അക്ഷരം ഞാൻ കേട്ടില്ല. ഇന്നൊരു മൂളക്കം മാത്രം. പക്ഷെ എനിക്കതിൽ ദുഃഖമില്ല. അതിൽ നിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്ത് സത്യം മനസ്സിലായി? ചെവി പൊത്തിയടിച്ച മൂക്കിന്ന് ഇങ്ങനെ ചെറുന്ന് രക്തം വരുമെന്ന്. ആ വന്നല്ല അടുത്ത വനമാല. ദേ അടുത്ത തല്ലുകൊള്ളാൻ എല്ലാവരും റെഡി ആയിക്കോ. പോലീസുകാരുടെ കയ്യിൽ നമ്മുടെ പുറവും നല്ല ചേർച്ചയാണ്. നിന്റെ പുറം ആരുടെ വന്നത്? പോലീസാ? പട്ടാളോ? പറയടി. പോലീസുകാരുടെ ഇടിച്ചൊമയാണ്. സാർ ആ തിരക്കഥ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ വായിക്കട്ടെ? നിന്റെ ഒടുക്കത്തെ കഥ കൊണ്ട് വന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. സാർ ഇത് വസുമതി എന്ന് പറഞ്ഞ കഥയും പിന്നെ ഞാൻ അവളുടെ നാട്ടിൽ ചെന്നപ്പോ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അവളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാക്കിയ തിരക്കഥയാ. ഷൂട്ട് ചെയ്യാനല്ല, ഇത് നടക്കേണ്ടത് അവിടെയാ, അവളുടെ നാട്ടില്. അവളെ രക്ഷപ്പെടുത്താനും നമുക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഇനി ഇതേ ഉള്ളൊരു മാർഗം. സീൻ 36 രാത്രി വസുമതിയുടെ വീട്.
അരവിന്ദ, ഇവനിത് എവിടെ പോയതാ? എന്തൊരു അയ്യോ, എന്താ ആരവിടെ? എന്താ ഇത്? ഇതെന്താ പറ്റിയത്? എടുക്ക്. കാലിന് നല്ല കനമുണ്ട്. ആരെവിടെ? അയ്യോ, വേറെ വരുന്നു. ആരാ? മോളെ വസുമതി, മോളെ മുഖത്തിനെന്ത് പറ്റി? പ്രേതാടോ? പ്രേതോ? എവിടെ? എന്റെ അയ്യോ, കരിമ്പൂതം. പണ്ടൊരിക്കൽ ഇതേപോലെ ഞാനും പേടിച്ചെണ്ടാ. നീ എന്തിനാണ് കണ്ണാടി നോക്കി? പോടാ പോടാ. ഒരുത്തം വരുന്നുണ്ട്, വാലുള്ളവൻ. വാലുള്ളവനോ? കുരങ്ങോ? അല്ല, വാളുള്ളവൻ. ആ കുരങ്ങന്റെ വാല് ഞാൻ കരിച്ചു തരാട്ടോ. വരണുണ്ട്. അവൻ പേടിച്ചോടിയില്ലേ? അവൻ വാളുമ്പൊക്കെ ഓടി. ദേവം തിരിച്ചു വരണ വാളുമ്പൊക്കെ കൊണ്ട് ഓടാ. ഓടിയ കുഴപ്പവും മൂക്കി പിടിതാടാ. മുഴുവനിട്ടേക്കാം. തുമ്മരുത്, തുമ്മിയ കുഴപ്പവും. തുമ്മിയില്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് കുഴപ്പോ. തുമ്മരുത്. വാള് കളഞ്ഞോടി. വെറുതെ കുറച്ച് ഗ്യാസ് കളഞ്ഞു. അവന് മൂക്കിപ്പൊടി മതിയായിരുന്നു. മൂക്കിപ്പൊടിയാ മുറുക്കാനാ സിഗരറ്റാ? കൊടറ കൈ. വർക്കൗട്ട് ആയടാ സാർ. ഇവന്റെ സ്ക്രിപ്റ്റ് കൊള്ളാല്ലേ? കൊള്ളാം. സംഭവം കൊള്ളാം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഈ വീട്ടിൽ ശരിക്കും പ്രേതമുണ്ട്. പ്രേതമേ, നിനക്ക് വെറുതെ തോന്നിയതാകും. അയ്യോ, അത് വസുമതി തന്നെയാ. ഞാൻ ഇത്ര അടുത്ത് കണ്ടതല്ലേ. കൊട്ടാരത്തിനകത്ത് അവളുടെ അമ്മയെ ആവാഹിച്ച് തളച്ച അതേ മുറിയിൽ തന്നെയാണ് അവളെയും പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവൾക്ക് ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റില്ല. ആ മുറി വേണ്ടായിരുന്നു. അവളുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ടാവുന്ന തോന്നണേ. എന്ത് കേറിയിട്ടായാലും ശരി, കൊട്ടാരം വിൽക്കുന്നത് വരെ നമ്മൾ ഇതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ. ആ രജിസ്ട്രാറോട് വരാൻ പറഞ്ഞിട്ടില്ലേ? രജിസ്ട്രാർ മറ്റുള്ളവർക്ക് കൊട്ടാരത്തിൽ എത്തിക്കോളും. അവൾ അവിടെ വെച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കോടീശ്വരന്മാരാ. അതെ, നമ്മളാണ് ഇതൊക്കെ വിൽക്കുന്നതെന്ന് ആരും അറിയില്ല. മുത്തശ്ശൻ കരുതും അവളും അവളെ സ്നേഹിക്കുന്ന പയ്യനും കൂടെ എല്ലാം വിറ്റതെന്ന്. എനിക്കെന്തോ പേടി തോന്നുന്നു. എല്ലാവരുടെ പേടിയും തീർക്കാം. കൊട്ടാരത്തിൽ ചെന്ന് അവളെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരു കുഴപ്പമില്ല.